ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു നോർമൽ സ്റ്റഡി റൂട്ടീനാണ്. ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് രാത്രി ഇരുന്ന് പഠിച്ച കുറച്ച് ഇതാണ് കാണിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 7 മണി ആയപ്പോഴാണ് പഠിക്കാനിരുന്നത്. 6:30-7 മണി ആ ഒരു ടൈമിലാണ് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 7 മണിയായിട്ടാണ് പഠിക്കാനിരുന്നത്. എന്നിട്ട് രാത്രി ഒരു 11:30-12 വരെ ഇരുന്നു. എനിക്ക് രാവിലെ എണീക്കുന്ന അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ രാത്രിയാണ് കൂടുതലും ഇരിക്കുന്നത്. രാവിലെ താമസിച്ചാണ് എണീക്കുന്നത്. അപ്പോൾ രാവിലെ എനിക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിൽ ചെല്ലണം. അപ്പോൾ എനിക്ക് ഈ രാത്രി താമസിച്ച് കിടന്നിട്ട് രാവിലെ നേരത്തെ എണീക്കുന്ന പറ്റാത്തതുകൊണ്ട് ഞാൻ രാത്രി ഇപ്പം മിക്കവാറും ഒരു 11-12 മണിയാകും കിടക്കാം. എന്ന് രാവിലെ താമസിച്ച് എണീക്കും. 6:30-7 മണിയൊക്കെ ആയിട്ട് എണീക്കത്തുള്ളൂ. പിന്നെ എൻ്റെ സൗണ്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതെനിക്ക് പനിയാണ് കേട്ടോ, അതിൻ്റെ ആയിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ 22-ാം തീയതി യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങുവാണ്. ഞങ്ങൾക്ക് ഉള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബയോളജി, സുവോളജിയുടേത് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പിന്നെ ബോട്ടണിയുടേത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ബയോടെക്നോളജി ഉണ്ടോയെന്ന് അറിയത്തില്ല, ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ മാത്സിൻ്റെത് മെട്രിസസ് വരെ, പിന്നെ കെമിസ്ട്രി ഇലക്ട്രോ കെമിസ്ട്രി വരെ, ഫിസിക്സ് കറണ്ട് ഇലക്ട്രിസിറ്റി വരെ. ഇത്രയും ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിലിപ്പം കറണ്ട് ഇലക്ട്രിസിറ്റി ആയി, ഫിസിക്സ്, ഇലക്ട്രോ കെമിസ്ട്രിയും ഓൾമോസ്റ്റ് തീരാറായി, കറണ്ട് ഇലക്ട്രിസിറ്റി പകുതിയായി, പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് തീർന്നു, സുവോളജിയുടെയും പോർഷൻ തീർന്നു. ഇപ്പം പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഞങ്ങൾക്കിപ്പം 2nd യൂണിറ്റ് കഴിയാറാവുന്നു. അതിനകത്ത് ടീച്ചർ ഇടയ്ക്കിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് മെൻറ്റിംഗ് വോളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ അമീഗോ ബ്രദേഴ്സിൻ്റെ പകുതിയായി. അപ്പോൾ അമീഗോ ബ്രദേഴ്സ് കൂടെ കഴിയുമ്പോൾ ആ യൂണിറ്റ് തീരും. പിന്നെ ഹിന്ദി 2nd ചാപ്റ്റർ ആയിട്ടേ ഉള്ളൂ. 2nd ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ ഉള്ള ചാപ്റ്റേഴ്സ് എടുത്തിട്ടില്ല. നിങ്ങളുടെ പോർഷൻസൊക്കെ എവിടെ വരെ ആയെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ലാബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ മാത്സ് ഒരു ലാബ് കഴിഞ്ഞു, പിന്നെ ഫിസിക്സ് ഒരു ലാബ് കഴിഞ്ഞു, കെമിസ്ട്രി 2 ലാബ് കഴിഞ്ഞു, ബയോളജി ഇതുവരെ ലാബിൽ കൊണ്ടുപോയിട്ടില്ല. കെമിസ്ട്രിയുടേത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനകത്ത് കെമിസ്ട്രി, ഫിസിക്സും. മാത്സ് കുറച്ചുകൂടെ ബോറിംഗ് ആണ്, കാരണം ഗ്രാഫ്സ് ഒക്കെയാണ് കൂടുതലും. മറ്റേ ജിയോജിബ്രക്കകത്തിൽ നമ്മൾ ഗ്രാഫൊക്കെ കാണിക്കാൻ സ്ലൈഡർ, അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവർക്കാണെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. സ്ലൈഡർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവം, അതൊക്കെ അത്ര എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഫിസിക്സിൻ്റെ എനിക്ക് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മൊമെൻറ്റ് ബാറാണ് കിട്ടിയത്. മൊമെൻറ്റ് ബാർ നമ്മൾ ആ കറക്റ്റ് പോയിന്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്, എന്നാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇങ്ങനെ നമുക്ക് കുറേ സമയം പോകും. നല്ല സൂക്ഷിച്ചൊക്കെ ഇരുന്ന് ഇതിൽ ഇൻട്രസ്റ്റോടെ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ അടുത്തതിന് എനിക്ക് ഉള്ളത് ഹെലിക്കൽ സ്പ്രിംഗ് ആണ് ചെയ്യാനുള്ളത്. ഞങ്ങൾക്ക് നേരത്തെ ഓർഡർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വീക്ക് ഇതാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത വീക്ക് ഏതാണ് ചെയ്യാനുള്ളതെന്നൊക്കെ ഓർഡർ തന്നിട്ടുണ്ട്. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾക്കിപ്പോൾ 2 സോൾട്ട് അനാലിസിസ് കഴിഞ്ഞു. ആദ്യത്തെ സോൾട്ട് എന്ന് പറയുന്നത് ഒരു സൾഫേറ്റും അതുപോലെ തന്നെ സൾഫേറ്റ് ആനയോണായിട്ടും അമോണിയം കാറ്റയോൺ ആയിട്ടും വരുന്നൊരു സോൾട്ടായിരുന്നു. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ലാബായിരുന്നു, നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷനൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷേ അത് ജസ്റ്റ് നമ്മൾ സോൾട്ട് ഇട്ടിട്ട് റിയാക്ഷൻസ് ഒന്നും വലുതായിട്ട് അതിനില്ലായിരുന്നു. ആ സോൾട്ടിലാണെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ കാർബണേറ്റ് ടെസ്റ്റ് ചെയ്തു, അസറ്റേറ്റ് ടെസ്റ്റ് ചെയ്തു, ക്ലോറൈഡ് ചെയ്തു, നൈട്രേറ്റ് ചെയ്തു, അവസാനം സൾഫേറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നത്. ബാക്കി ഒന്നിനും ഒരു ഒബ്സർവേഷനും ഇല്ലായിരുന്നു. അങ്ങനെയാണ് സൾഫേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. പിന്നെ അത് കൺഫേം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാറ്റയോൺ ചെയ്തപ്പം ഫസ്റ്റ് ടെസ്റ്റ് 0 ഗ്രൂപ്പിൻ്റെ ടെസ്റ്റിൽ അമോണിയം തന്നെ കിട്ടി. അതൊരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് വന്നു. അത് ഒന്നും വലിയ റിയാക്ഷൻ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം സെക്കൻഡിൽ വന്നൊരു സിങ്ക് കാറ്റയോൺ ആയിട്ടും അതുപോലെ കാർബണേറ്റ് ആനയോൺ ആയിട്ടും വന്നൊരു ടെസ്റ്റായിരുന്നു. അത് തുടക്കത്തിൽ തന്നെ നമുക്ക് ആനയോൺ കിട്ടി, കാർബണേറ്റ് കിട്ടി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ സിങ്ക് നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ സിങ്ക് ആണ് കാറ്റയോൺ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം ആ സോൾട്ട് എടുത്തിട്ട് നമുക്ക് ഒരു ടെസ്റ്റ് ട്യൂബിനകത്തിൽ ഇട്ടിട്ട് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉണ്ട്. കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അഡ്വഞ്ചറാണ് അത് എടുക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്. പിന്നെ അതിൽ ആ സോൾട്ട് ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് കുറച്ച് ഒഴിക്കണം. എന്നിട്ട് അതിലോട്ട് കൊബാൾട്ട് നൈട്രേറ്റ് ഇടണം. പിന്നെ അതൊന്ന് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതെടുത്ത് മാറ്റിയിട്ട് ഒരു ഫിൽറ്റർ പേപ്പർ അതിലേക്ക് മുക്കണം. ആ ഫിൽറ്റർ പേപ്പർ ഒന്ന് ജസ്റ്റ് നമ്മൾ തീയുടെ അടുത്തോട്ട് കാണിക്കുമ്പോൾ അത് കത്തിപ്പിടിച്ചിങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്രീൻ കളർ കാണും, കറക്റ്റ് ഗ്രീൻ കളർ കാണും. ഒരു
ഈ മയിൽപ്പീലിയൊക്കെ ഇല്ലേ, മയിൽപ്പീലിലുള്ള ഒരു ഡാർക്ക് ഗ്രീനിഷ് ഷെയ്ഡില്ല, ആ ഷെയ്ഡൊക്കെയാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട്. ഞാനത് എന്നിട്ട് മറന്നു പോകാതിരിക്കാനായിട്ട് എൻ്റെ ബുക്കിലേക്ക് ജസ്റ്റ് അതൊന്ന് തേച്ചായിരുന്നു ആ കളർ. അത് പെട്ടെന്ന് അങ്ങ് പോകും. ആ ഫിൽറ്റർ പേപ്പർ വലിയ കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, നമ്മുടെ നോട്ടീസ് ബുക്കിന്റെ പേപ്പറിലെ അത്രയും കട്ടിയൊക്കെ ഉള്ളൂ. അപ്പം ആ ഒരു കട്ടിയൊക്കെ ഉള്ള ഇതാണ്. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് പൊടിഞ്ഞു പോകും. ഒന്നാമത് കത്തിയതും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ആ കളർ വന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അങ്ങ് പൊടിഞ്ഞു പോയി, പിന്നെ കാണാനില്ലായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു ഇനി പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അത് പേടിയില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നാണ്. അപ്പം ഞങ്ങളെല്ലാവരും ചോദിച്ചത് എക്സാമിന് വരുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എക്സാമിന് വരുന്നതാണ്. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്തു. കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ഒക്കെ എടുക്കാൻ സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു, പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ ധൈര്യം വന്നു, ഇനിയും വന്നാലും ചെയ്യും. പിന്നെ നിങ്ങളുടെ ലാബ് എക്സ്പീരിയൻസസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യണേ. ഏതൊക്കെ ലാബ് കഴിഞ്ഞോ, അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാബ് ഏതാണ് അതിനകത്തിൽ, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ ഇപ്പോൾ ഞാൻ 1-2 കമൻറ്റ് കണ്ടു, ഈ SPCയുടെ അതുപോലെ NSS ഗൈഡ്സൊക്കെ +1 കുട്ടികളായിരിക്കും മിക്കവാറും ചോദിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം എനിക്ക് NSSനാണ് സെലക്ഷൻ കിട്ടിയത്. നമുക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ എന്തൊക്കെയാണ് എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചോദിച്ചു, പേര് ചോദിച്ചു, അതുപോലെ എന്നെക്കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിച്ചു. അപ്പം NSSന് സെലക്ഷൻ കിട്ടിയായിരുന്നു. അപ്പം പിന്നെ ഞാനതിൽ നിന്ന് ഗൈഡ്സിലൂടെ കൊടുത്തായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് ഗൈഡ്സിൽ കിട്ടിയപ്പോൾ ഞാൻ ഗൈഡ്സിലോട്ട് അങ്ങ് മാറി. ഗൈഡ്സിനും ഇതുപോലെ സെയിം തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾ സ്മാർട്ടായിട്ട് ആൻസർ ചെയ്യണമെന്നേ ഉള്ളൂ, അതാണ് മെയിൻ കാര്യം. പിന്നെ NSSന് 7 ദിവസത്തെ, ഫസ്റ്റ് ഇയറിൽ 7 ദിവസത്തെ ഒരു ക്യാമ്പുണ്ട്. ഗൈഡ്സിനാണെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 3 ദിവസത്തെ ഒരു ക്യാമ്പുണ്ട്. പിന്നെ സെക്കൻഡ് ഇയറിൽ ക്യാമ്പുണ്ട്. അതുകൂടാതെ വേറൊരു ക്യാമ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം NSSന്റെ ക്യാമ്പ് എന്ന് പറയുന്നത് വേറൊരു സ്കൂളിലായിരിക്കും. നമ്മുടെ ഗൈഡ്സിന്റെ ക്യാമ്പ് നമ്മുടെ തന്നെ സ്കൂളിലായിരുന്നു. പിന്നെ ഗ്രേസ് മാർക്കിന്റെ കാര്യം പറയുവാണെങ്കിൽ 2നും ഗ്രേസ് മാർക്കുണ്ട്. എനിക്ക് തോന്നുന്നു സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനാണ് കൂടുതൽ ഗ്രേസ് മാർക്ക് NSSനെക്കാട്ടിലും. പിന്നെ ക്യാമ്പിന് പോകുന്നതെന്ന് പറയുന്നത്, എനിക്ക് ഗൈഡ്സിലെ ക്യാമ്പിൻ്റെ കാര്യം അറിയത്തുള്ളൂ. ഗൈഡ്സിൻ്റെ ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുപോലെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു രാത്രി. പിന്നെ അതുപോലെ ക്ലാസ്സുകളായിരുന്നു കൂടുതലും ഇങ്ങനെ ഉള്ളതായിരുന്നു. കാരണം ഇത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് ഇത് കഴിയുമ്പോൾ ഒരു ടെസ്റ്റ് ഒക്കെ ഉണ്ട്, ഒരു എക്സാം ഒക്കെ ഉണ്ട്. അതൊക്കെ ക്വാളിഫൈ ആവുന്നവർക്ക് മാത്രമേ ഗ്രേസ് മാർക്ക് കിട്ടത്തുള്ളൂ. NSSന്റെ കാര്യം എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അവർക്ക് സെക്കൻഡ് ഇയറിൽ ക്യാമ്പൊന്നുമില്ല, ഫസ്റ്റ് ഇയർ ക്യാമ്പുണ്ട്. പിന്നെ ഇതിൽ സെക്കൻഡ് ക്ലിപ്പിൽ ഞാനൊരു ടൈമർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടൈമർ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ ഉപയോഗിച്ചിരുന്നത് ജയന്റ് സ്റ്റോപ്പ് വാച്ച് ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ടൈമർ ആപ്പായിരുന്നു. അത് പ്ലെയിൻ ആയിട്ട് നമ്മളൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളറിൽ ഇങ്ങനെ ടൈം സ്റ്റോപ്പ് വാച്ച് പോലെ ഇങ്ങനെ പോകുന്നതായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് ടൈമർ വെക്കും, നമുക്ക് ഇഷ്ടമുള്ള ടൈമർ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഫോറസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്, ഫോറസ്റ്റ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തൊട്ട് ഒരു ട്രീ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക. ആ ട്രീ നമ്മുടെ ഈ ടൈം കഴിയുമ്പോൾ ആ ട്രീ ഫുള്ളി ഗ്രോൺ ആവും. അപ്പോൾ നമുക്ക് റിവാർഡ് കിട്ടും, അല്ലെ പോയിന്റ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇത് എക്സിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു മോഡൊക്കെ ഇടാൻ പറ്റും, സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇത് എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഈ ആപ്പ് എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എക്സിറ്റ് ചെയ്യുവാണെങ്കിലും നമ്മുടെ ഈ ട്രീ അങ്ങ് നശിച്ചു പോകും. അപ്പോൾ നമുക്ക് പോയിന്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗെയിം പോലൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ അടുത്തത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. അതെനിക്ക് കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റിന് ബാറ്ററിയുടെ കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ അതിനി പഠിക്കാൻ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ക്ലിയറായി. കെമിസ്ട്രിയുടെ നല്ല ക്ലാസ്സാണ് കേട്ടോ, എക്സാമിനറിൽ അടിപൊളി ക്ലാസ്സാണ് കെമിസ്ട്രി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടീച്ചറാണ്. പിന്നെ ഇംഗ്ലീഷ് ടീച്ചറാണെങ്കിലും നല്ല കേട്ടോ. നമ്മൾ യൂട്യൂബിലൊന്നും ലൈവിലൊന്നും ആ ടീച്ചർ വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതുവരെ അങ്ങനെ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല ടീച്ചറിനെ, പക്ഷെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേദ ബാച്ചിൻ്റെ വരുന്ന ടെസ്റ്റുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ബാക്ക്ലോഗുകളൊക്കെ നന്നായിട്ട് കിടപ്പുണ്ട്. അതിന് ക്ലിയർ ചെയ്യണ സമയം കിട്ടുമ്പോൾ ഈ എക്സാമിൻ്റെ സമയത്ത് റിവിഷൻ്റെ കൂടെ ചെയ്തു പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.